സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ഇലാഹിയായ ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഇവിടെ ആരോടും എന്തെങ്കിലും നിലക്കുള്ള വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. അതുണ്ടാവാൻ പാടുള്ളതല്ല. ഇലാഹിയായ ഒരു സംഘടന, വിശുദ്ധമാവുന്നതായ ദീനിന്റെ വളർച്ചയാണ് ഈ സംഘടന ഉദ്ദേശിക്കുന്നത്. ഈ സംഘടനയുടെ നേതാക്കന്മാരും അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു മഹത്താവുന്ന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ പരസ്പരം അങ്ങുമിങ്ങും ഈ സന്തോഷത്തിലും സ്നേഹത്തിലും ഈ ഐക്യത്തിലൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം അത് വളരെ വിപുലമായ നിലക്ക് ഒരു വലിയ ചരിത്ര സംഭവമാക്കണം. അതിനുവേണ്ടി എല്ലാവരും തയ്യാറാവണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിനെയും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇത് വലിയൊരു പ്രസ്ഥാനമാണ്. മഹാന്മാർ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും നിലക്കുള്ളതായ വിള്ളലോ പൊള്ളലോ ഏൽപ്പിക്കുന്നതായ പ്രവർത്തനം നിങ്ങൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് എല്ലാവരെയും ഉണർത്തുക. അത് വളരെ വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് അള്ളാഹു സംരക്ഷിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന് നേതൃത്വം നൽകുന്നവർ അതിന് അർഹതയില്ലെങ്കിൽ അത് അർഹതായവരെ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കൊണ്ടുവരിക, അത്രേ പറയാം. അല്ലാത്ത ഞാനിപ്പോൾ അതിൻ്റെ പ്രസിഡന്റാണ്, എന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് എന്നെ ഒഴിവാക്കാം, അതേ പറയട്ടെ. മറ്റൊരു ആളുകളെ കൊടുന്നുകൊണ്ട് ആ സ്ഥാപനത്തിനെ ഈ സംഘടനയെ വളർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നമ്മളേക്കൊന്നും വല്ല പോരായ്മയുണ്ട്. അപ്പം അതുകൊണ്ട് സംഘടനയ്ക്ക് ഒരിക്കലും ഒരു പോറലേൽക്കാൻ പാടില്ല. സംഘടന നമ്മൾ എന്താക്കണം, വളർത്തണം. അതിനെ പോറലേൽക്കുന്ന ഏതെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ സ്ഥാപനങ്ങൾ ഇവിടെ ഒരിക്കലും നശിക്കാൻ പാടുള്ളതല്ല. നമ്മൾ ഭിന്നിച്ചുകൊണ്ട് നമ്മളെ സ്ഥാപനങ്ങൾ നശിക്കാൻ പാടുള്ളതല്ല. നമ്മളെ സ്ഥാപനങ്ങൾ നമ്മളെ ദീനിന്റെ ശിആറുകളാണെന്നൊക്കെ ദീന്റെ ശിആറുകളാണ് ഈ സ്ഥാപനങ്ങൾ. ഇവിടെ ഈ സ്ഥാപനങ്ങൾ കാണുമ്പോൾ ഇന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ച് ഈ ബഹുമാനപ്പെട്ട ശൈഖ് അവർ പറഞ്ഞു, ഈ സ്ഥാപനത്തിനെ പറ്റി പറഞ്ഞു. കാരണം എന്തുകൊണ്ട് ദീന്റെ ശിആറുകളാണ്. മഹാന്മാരാവുന്ന അമ്പിയാ ഔലിയാ ദീന്റെ ശിആറുകളാണ്. ദീന്റെ സ്ഥാപനങ്ങൾ അത് ദീന്റെ ശിആറുകളാണ്. മഹാന്മാരോട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അത് ദീന്റെ ശിആറുകളാണ്. അവരോട് ബന്ധപ്പെട്ട ദിവസങ്ങൾ അത് ദീന്റെ ശിആറുകളാണ്. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. ഈ അഖീദ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലകൊള്ളുന്നത്. ഇവിടുത്തെ സർവ്വ വിദഈ പ്രസ്ഥാനങ്ങളുടെ ആ അടിസ്ഥാനം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയും. എല്ലാവരും ഈ അടിസ്ഥാനപരമാവുന്ന ഈ വിശ്വാസത്തിന് കത്തിവെക്കുന്നവരാണ്. ഏതെങ്കിലും പ്രധാനപ്പെട്ട പുണ്യമായ ദിവസം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദരിക്കണം. ആ ദിവസത്തിലേക്ക് ആദരവില്ല എന്നാണ് ഇവിടുത്തെ സർവ്വ മുഖ്തദീങ്ങളും പറയുന്നത്. ഇവിടുന്ന് ആദരവ് ഇവിടുന്ന് എടുത്തുപോയാൽ ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്തായിരിക്കും, ഈ ദീന്റെ സ്ഥിതി എന്തായിരിക്കും? ദീന്റെ അടിസ്ഥാനം തന്നെ മഹാന്മാരെ ബഹുമാനിക്കുന്നതിന്റെ അടിസ്ഥാനപ്പെടുത്തപ്പെട്ടതായ ഒരു ദീനാണിത്. മഹാന്മാർ അതല്ലേ, മഹാനാവുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ബഹുമാനപ്പെട്ടവരെ അള്ളാഹു നിയോഗിച്ചപ്പോൾ മലായിക്കത്തിലേക്ക് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെയും അവരുടെ പിന്നീട് മനുഷ്യന്മാരുടെ ഒക്കെ ശ്രേഷ്ഠത മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. കണ്ടോ, ആ ആദരവുണ്ടല്ലോ, അത് വഴിപ്പെടാൻ ഇബ്ലീസ് തയ്യാറായില്ല. ഇന്നൽ ഇൻസാന ലയത്ഗാ അർറആഹു ഇസ്തഗ്നാ. അത് ഇബ്ലീസിന്റെ സ്വഭാവമാണത്. ആ സ്വഭാവമാണ് ഇവിടുത്തെ മുഖ്തദീങ്ങളാവുന്ന ആളുകൾ. ദീന്റെ ശിആറുകൾ മുഴുവനും അത് മനുഷ്യന്മാർക്ക് ആ ദീന്റെ ശിആറുകളുള്ള ആദരവ് ബഹുമാനം ഇല്ലാതെയാക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ എതിരിൽ പ്രവർത്തിക്കുന്നതായ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതാണ് മഹാന്മാരാവുന്ന സമസ്ത നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സംഘടന നമ്മൾ എന്താവണം, കണ്ണിന് കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് അതിന് ഏതെങ്കിലും നിലക്കുള്ള പോറലുകൾ ഉണ്ടാക്കാൻ ആരുടെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. തമ്മിലുള്ളതായ ഈ ഐക്യവും ഈ സന്തോഷമൊക്കെ ഇവിടെ നിലനിന്നു പോകുന്നത് മുക്തദി നമ്മളെ മുൻഗാമികളാവുന്നതായ സാദാത്തുക്കൾ, മുൻഗാമികളാവുന്ന നമ്മളെ ഉലമാ അവരുണ്ടാക്കി തീർത്ത ഈ ഐക്യവും ഈ സന്തോഷമൊക്കെയാണ്. ആ ഐക്യവും സന്തോഷമൊക്കെ ഇവിടെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഏതെങ്കിലും നിലക്കുള്ള വിള്ളലുകൾ ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട്
സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക. സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് ഏതെങ്കിലും നിലക്കുള്ള പോറലുകൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളൊക്കെ വിട്ടുനിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഇസ്സത്തിന് അള്ളാഹു ഉയർത്തിത്തട്ടെ. അതിനോട് ബന്ധപ്പെട്ടതായ സ്ഥാപനങ്ങൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മഹാന്മാരാകുന്ന സാദാത്തുക്കൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ, അതിൻ്റെ ഉമറാ, അതിൻ്റെ പ്രവർത്തകർ, അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ മേഖലയിലും അള്ളാഹു ഖൈറും ബർക്കത്തൊക്കെ ചെയ്യട്ടെ.